മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വിജയബേരി വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ പെപ് ടോക്ക് അറ്റ് ക്ലാസ് റൂമിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനും പറ്റും, എന്നെ അതിനെ ദുരുപയോഗം ചെയ്യാനും പറ്റും. നന്നായിട്ട് ഉപയോഗിച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യാം, അല്ലാതെയാണെങ്കിൽ അത് ചീത്ത കാര്യങ്ങളിലേക്കാണ് പോവുക. നന്നായിട്ട് ഉപയോഗിക്കണം. മൊബൈലിലും ലാപ്ടോപ്പിലുമൊന്നും ഈ 9ാം ക്ലാസ്സുകാരൻ വെറുതെ സമയം കളയുകയല്ല. മുഹമ്മദ് ഹാദിക്ക് ഈ പ്രായത്തിൽ തന്നെ പിടിപ്പത് ജോലിയുണ്ട്. സ്വന്തം സ്കൂളിലെ വാർഷികം മുതൽ നാട്ടിലെ സെവൻസ് ഫുട്ബോളിന് വരെ ഡിജിറ്റൽ പോസ്റ്ററുകൾ തയ്യാറാക്കണം, വീഡിയോ എഡിറ്റ് ചെയ്തു കൊടുക്കണം. ടെക്നോളജി ആയിട്ട് മുമ്പോട്ടെ ചെറുപ്പത്തിലെ താല്പര്യം ഉണ്ടായിരുന്നു. യൂട്യൂബ് വീഡിയോയിൽ കണ്ടതായിരുന്നു വീഡിയോ എഡിറ്റിംഗ്, VFX, മൾട്ടിമീഡിയ കോഴ്സ്. അപ്പോൾ കഴിഞ്ഞ വെക്കേഷനിൽ അതിന് ജോയിൻ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ കൗതുകത്തിനായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോ സീരിയസ് ആയി. ഒരു സ്വകാര്യ കമ്പനി ഗ്രാഫിക് ഡിസൈനിങ്ങിൽ മുഹമ്മദ് ഹാദിക്ക് ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും പഠനത്തിലും ഒന്നാമനാണ് ഹാദി. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടെയും പോസ്റ്റർ ഡിസൈൻ ഉൾപ്പെടെയുള്ള ജോലികൾ ഏറ്റെടുത്തു. അവൻ 8ാം ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ അവനൊരു പ്രോഡിജി എന്നുള്ള ലെവലിലാണ് നമ്മൾ അവനെ കണക്കാക്കിയിരുന്നത്. IT-യിൽ മികവ് ഞങ്ങൾ എല്ലാ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉപയോഗപ്പെടുത്താറുണ്ട്. അവന്റെ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റാണ്. സ്കൂളിൽ തന്നെ 9ാം ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണ് അവൻ. 8ാം ക്ലാസ്സിൽ ഗിഫ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുത്തി അതിനുള്ള ഒരു ട്രെയിനിങ് എല്ലാം ഇപ്പോൾ ജില്ലാതലത്തിൽ കൊടുക്കുന്നുണ്ട്. അവിടെയും മികച്ച രീതിയിലാണ് അവൻ വരുന്നതാണെന്ന് അറിയാൻ കഴിയുന്നത്. ഈ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ പഠനത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. പിന്നെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ മാത്രം ആവരുത്, പഠിക്കാൻ വേണ്ടി ചെയ്യണം. സ്വന്തമായി പഠിച്ചതെല്ലാം പങ്കുവെക്കാൻ ഒരു യൂട്യൂബ് ചാനലും ഹാദിക്കുണ്ട്. നമ്മൾ ആദ്യം കേഡിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ കേഡിൽ വന്ന സോഫ്റ്റ്വെയർ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കേഡിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മാറിയ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളും ഈ മിടുക്കൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഈ AI വന്നതോടെ പിന്നെ ഡിസൈനിങ് വളരെ എളുപ്പമായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും അതിൽ ഒബ്ജക്റ്റ് ആയിട്ടും ഒക്കെ ഇമേജ് ജനറേറ്റ് ചെയ്യാറുണ്ട്. ഗ്രോക്ക്, എഡോബിന്റെ ഫയർഫ്ലൈ, പിന്നെ ഐഡിയാസിന് വേണ്ടി ChatGPT-യും പിന്നെ ജെമിനിയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്.